ലോകസ്ഥാപനത്തിന് മുമ്പേ തൻ്റെ പ്രിയപുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നിയമിച്ച നിത്യനായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും ഉണ്ടാകുമാറാകട്ടെ. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള ക്രിസ്തീയ അഭിവാദനങ്ങൾ ഏവർക്കും സ്നേഹത്തോടും ബഹുമാനത്തോടും അറിയിക്കുന്നു. ഇങ്ങനെയും ഒരു കൂടിവരവ് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. വെളിപ്പാട് പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മ സഹായത്തോടുകൂടെ പഠിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്നല്ലോ. നാം ഭാഗ്യമുള്ളവരാണ്. ആവോളം എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത്. എത്രമാത്രം അതിൽ ഞാൻ വിജയിക്കുന്നു എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഒരു വെർച്വലായിട്ടുള്ള യോഗമാകുമ്പോൾ മുഖം കണ്ട് മനസ്സിലാക്കുവാനും എല്ലാവരും മുഖം കാണിക്കാറുമില്ല. മുഖം കാണിക്കുന്നവരുടെ മുഖം കണ്ടാൽ മനസ്സിലാകുന്നോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്കിലും നിങ്ങൾ പലരും സംശയങ്ങൾ ചോദിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിനെ ലൈവായിട്ട് നിർത്തുന്ന ഒരു ഘടകവും കൂടെയാണ്. അതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. സ്തോത്രം. പിന്നെ ചോദ്യങ്ങൾ വിഷയം വിട്ടുപോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒത്തിരി ചോദ്യങ്ങൾ, ഒത്തിരി സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഒരു പൊതു ചോദ്യോത്തര വേള നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം. അങ്ങനെ ഒരു ആവശ്യം ശക്തമായിട്ടുണ്ടാകാത്തത് കൊണ്ടാണ് അങ്ങനെ ഇതുവരെ വെക്കാഞ്ഞത്. നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ട്, 2 or 3 പ്രാവശ്യം മറ്റും നമ്മളങ്ങനെ വെച്ച് ഒത്തിരി കാര്യങ്ങൾ നീണ്ട ചർച്ചകളുടെ ചോദ്യോത്തരം മാത്രമായിട്ട് പൊതു വിഷയങ്ങളെ പഠിക്കുവാനായിട്ട് വെക്കുകയുണ്ടായി. ക്ലാസ്സിൽ പക്ഷേ നമ്മുടെ വിഷയങ്ങൾക്ക് മാത്രമേ നമ്മൾ പ്രാധാന്യം നൽകുകയുള്ളൂ. അഥവാ ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനോട് ചേർന്ന് നിന്ന് ഡൈവേർട്ട് ആയാലും എളുപ്പം ഇങ്ങനെ തിരിച്ചു വരുന്നത് നമ്മുടെ വിഷയത്തോട് നീതി പുലർത്തണം എന്നുള്ളത് കൊണ്ടാണ്. അതിലാരും പരിഭവിക്കരുത്. സ്തോത്രം. ഏതായാലും ഇന്നലെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന പഠിച്ച വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ സംശയ നിവാരണം ആദ്യം വരുത്തിയ ശേഷം നമുക്ക് മുൻപോട്ട് പോകാം. സ്തോത്രം. ഒന്നുമില്ല എന്ന് കരുതുന്നു. ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി, അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി മറുവിലയായി മാറി. അതുമല്ലെങ്കിൽ ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു എന്നൊക്കെയുള്ള ആശയമാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിലായി നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട്, പ്രത്യേകിച്ച് 2 ദിവസമായിട്ട് നിന്ന് പഠിച്ചത് ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ തിരുനിണം ചിന്തി നമ്മെ വിലയ്ക്ക് വാങ്ങി. സർവ അല്ലെങ്കിൽ സകല, അതുമല്ലെങ്കിൽ വിവിധ ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും, ഭാഷകളിൽ നിന്നുമായി
നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. 1 തിമോഥെയോസ് 2-ാമത്തെ അധ്യായം 5-ാമത്തെ 5ഉം 6ഉം വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത ക്രിസ്തുയേശു. ക്രിസ്തു തന്നെ നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി നൽകി. സ്തോത്രം. റാൻസമായിട്ട് നൽകി. അങ്ങനെയാണ് വീണ്ടെടുപ്പ് സാധ്യമായത്. ക്രിസ്തു നമുക്ക് വേണ്ടി മറുവിലയായി. അപ്പോൾ ഈ പദങ്ങളെല്ലാം ഏതാണ്ട് ഒരേ ആശയത്തെയാണ് വെളിപ്പെടുത്തുന്നത്. മറുവില ആയിത്തീരുക, വിലയ്ക്ക് വാങ്ങുക, വീണ്ടെടുക്കുക, വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുക, പാപത്തിന്റെ കടം ഒടുക്കി തീർക്കുക. ഇതെല്ലാം ഒരേ ആശയം. നാം കണ്ടു, ക്രിസ്തു തൻ്റെ രക്തം എന്ന് വച്ചാൽ തൻ്റെ ജീവൻ മറുവിലയായി പിതാവിന്റെ സന്നിധിയിലാണ് അർപ്പിച്ചത്. ഇത് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നത്, അപ്പോൾ ദൈവം രക്തം കുടിക്കുന്നവനാണോന്ന്? അല്ല, ദൈവത്തിന് കുടിക്കാനല്ലത്. ദൈവം ആ രക്തം ആവശ്യപ്പെടുന്നത്, ആ ജീവൻ ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിത്യ നിയമത്തിന്റെ ഭാഗമായിട്ടാണ്. ഇന്നലെ ആരോ അത് നമ്മുടെ പഠനത്തിന്റെ ഇടയിൽ ചാറ്റ് ബോക്സിൽ കുറിക്കുകയുണ്ടായി. പാപത്തിന്റെ ശമ്പളം മരണം. അത് ദൈവത്തിന്റെ വിധിയാണ്. വിധി എന്ന് പറഞ്ഞാൽ തീർപ്പ് എന്നർത്ഥം, അല്ലാതെ ഇതെന്റെ വിധിയാണെന്ന് പറയുന്ന ആ വിധിയല്ല. ഫെയ്റ്റ് എന്നർത്ഥമല്ല, തീർപ്പ്. നീതിമാനായ ദൈവത്തിന്റെ വിധി തീർപ്പ്. പാപം ചെയ്യുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ദേഹി മരിക്കണം. പാപത്തിന്റെ ശമ്പളം മരണം. ദൈവത്തിന്റെ മുന്നറിയിപ്പും കൽപ്പനയുമായിരുന്നു മനുഷ്യനോട്, നീ ഈ പഴം തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം വാക്കുമാറ്റി പറയുന്നവനല്ല. ഊവ ഊവ എന്നും ഇല്ല ഇല്ല എന്നുമാണ്. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ തൻ്റെ സ്വഭാവത്തിലും വിശ്വസ്തനാണ്, മാറ്റമില്ലാത്തവനാണ്. ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിധിയാണ് പാപത്തിന്റെ ശമ്പളം മരണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ദൈവകൽപ്പന ലംഘിക്കുന്ന അന്ന് ആദിമ മനുഷ്യൻ മരിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഈ ചട്ടത്തിൽ, ഈ വിധിയിൽ കേവലം ശിക്ഷാ വിധി പ്രസ്താവം മാത്രമല്ല ഉള്ളത്,
പരിഹാരത്തിനുള്ള പ്രഖ്യാപനവുമുണ്ട്. ആ പരിഹാരത്തിന്റെ പ്രഖ്യാപനമാണ് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. അപ്പോൾ രക്തച്ചൊരിച്ചിലിനാൽ, അഥവാ രക്തച്ചൊരിച്ചിൽ എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം കഴിക്കുക എന്നാണ് അർത്ഥം. പ്രൊപ്പീഷിയേഷൻ എന്നാണ്, പ്രായശ്ചിത്തം എന്നാണ് അർത്ഥം. പ്രായശ്ചിത്തം കഴിക്കാതെ, അതാണ് രക്തം ചീന്താതെ, വിമോചനം അഥവാ വിടുതൽ ഇല്ല. എന്ന് വെച്ചാൽ പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷാവിധിയായ മരണത്തിൽ നിന്നും മനുഷ്യന് മോചനമുണ്ടോ? മോചനമുണ്ടോ? ഉണ്ട്. പക്ഷെ ആ മോചനത്തിന് എന്തു വേണം? രക്തം ചൊരിയണം. രക്തം ചൊരിയണം എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്ത മരണം അനിവാര്യം. പ്രായശ്ചിത്ത മരണം അനിവാര്യം. എന്നാൽ പാപം ചെയ്തയാൾ, മരണത്തിന് വിധിക്കപ്പെട്ടയാൾ തനിക്കായോ തങ്ങൾക്കായോ പ്രായശ്ചിത്തമാകാൻ ഒക്കുകയില്ല. മനസ്സിലായോ? പാപം ചെയ്തയാൾ മരണത്തിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, മരണത്തിന് അധീനനാണ്. അയാള് തന്നെ അയാൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുക എന്നത് നിയമപരമായി സാധ്യമല്ല, അല്ലാത്ത കാര്യമാണ്. അപ്പോൾ പിന്നെ പ്രായശ്ചിത്തമാകേണ്ടത് ആരാണ്? രണ്ട് പ്രധാന യോഗ്യതകൾ അയാൾക്ക് വേണം. ഒന്ന്, താൻ ആർക്കു വേണ്ടി പ്രായശ്ചിത്തമാകുന്നുവോ അയാളെ പോലെ പാപിയോ ശിക്ഷാർഹനോ ആകുവാൻ പാടില്ല. രണ്ട്, ആർക്കു വേണ്ടിയാണോ താൻ മറുവിലയാകുന്നത് അയാളുടെ അടുത്ത ബന്ധു ആയിരിക്കുകയും വേണം. അത് നമ്മൾ കോഡ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ നിയമം എന്ന നിലയിൽ 5-ാം അധ്യായത്തിന്റെ തുടക്ക സമയത്ത് ലേവ്യ 25-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല, ഓർമ്മ കാണുമല്ലോ. ഒരാഴ്ചയോളമേ ആയിട്ടുള്ളൂ നമ്മളിത് പഠിച്ചിട്ട്. കൂടെ എല്ലാവരും ഉണ്ടല്ലോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ആവർത്തിക്കണോ? വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. മൗനത്തിന്റെ അർത്ഥം ആവർത്തിക്കണ്ട എന്ന ഏതാ? രണ്ട് പോയിന്റ്സ് പറഞ്ഞതാണോ? പ്രായശ്ചിത്തം ചെയ്യുന്നയാളുടെ യോഗ്യത. ഓക്കെ. പ്രായശ്ചിത്തം ചെയ്യുന്നയാളിന്റെ പ്രധാനപ്പെട്ട 2 യോഗ്യത. അതിൽ ഒന്നാമത്തേത്, ആർക്ക് വേണ്ടിയാണോ താൻ പ്രായശ്ചിത്തമാകുന്നത് അയാളെ പോലെ താൻ കുറ്റക്കാരനോ ശിക്ഷാർഹനോ ആകാൻ പാടില്ല. ഇപ്പോൾ എനിക്ക് വേണ്ടി ബ്രദർ തുളസീധരൻ നായർ, നമ്മുടെ രാജീവ് ബ്രദർ എന്ന് വിളിക്കുന്ന ബ്രദർ തുളസീധരൻ നായർ എനിക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുന്നെങ്കിൽ എൻ്റെ അതേ കുറ്റത്തിൽ അദ്ദേഹവും അകപ്പെട്ടയാളാണെങ്കിൽ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തനിക്ക് കഴിയില്ല.
എന്നെ പോലെ തന്നെ സമശിക്ഷാവിധിയിലാണ് താൻ. അദ്ദേഹം എനിക്ക് വേണ്ടി മറുവിലയാകാനോ മറുവില കൊടുക്കാനോ താല്പര്യപ്പെടുന്നുണ്ടാകാം. പക്ഷെ യോഗ്യനാകണമെങ്കിൽ എന്നെ പോലെ താനും കുറ്റക്കാരൻ ആകാൻ പാടില്ല. ഞാൻ അകപ്പെട്ടിരിക്കുന്ന ശിക്ഷ പോലെ ഒരു ശിക്ഷയ്ക്ക് താനും അടിപ്പെട്ടിരിക്കാൻ പാടില്ല. യേശു ഈ രണ്ട് രീതിയിലും വീണ്ടെടുപ്പുകാരനാകാൻ യോഗ്യനാണ്. നമ്മെപ്പോലെ യേശു പാപിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മേൽ നീതിക്കും ന്യായത്തിനും ഒരു ശിക്ഷയും കൊടുക്കുവാൻ കഴിയില്ലായിരുന്നു. യേശു നമ്മെപ്പോലെ പാപിയല്ലായിരുന്നു, നമ്മെപ്പോലെ പാപശിക്ഷയ്ക്ക് അർഹനും അല്ലായിരുന്നു. അതുകൊണ്ട് യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാകാൻ മറുവില കൊടുക്കാൻ യോഗ്യൻ. നമ്മൾ കഴിഞ്ഞ ദിവസവും അക്കാര്യം ചിന്തിച്ചിരുന്നല്ലോ. അതുകൊണ്ടാണ് യേശുവിനെ ആവർത്തിച്ച് 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും അവനിൽ കണ്ടെത്താതിരുന്നത്. ഗലീല തൻ്റെ ശുശ്രൂഷ വേദിയായിരുന്നെങ്കിലും യേശുവിൻ്റെ ഐഹിക ജീവകാലത്തിന്റെ ഒടുവിലത്തെ ആഴ്ച യെരൂശലേമിലേക്ക് യേശു വന്ന് യെരൂശലേമിൽ താൻ പാർത്ത് യഹൂദ മത നേതാക്കന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തത്, ഇന്ന് എന്നെ നിങ്ങൾ ഒന്ന് അടുത്ത് പരിശോധിച്ചുകൊള്ളുക. യാഗം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി യാഗമായി തീരുന്നതിന് എന്നിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് പരിശോധിച്ച് നിങ്ങൾ വിധി പറയുക. രാഷ്ട്രീയ, നീതിന്യായ, മത മേധാവിത്വ കോടതികളെല്ലാം തന്നെ യേശുവിൽ ഒരു ഊനവുമില്ലെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചു. അങ്ങനെ യേശു നമ്മെപ്പോലെ പാപിയല്ലെന്നും അതുകൊണ്ട് തന്നെ ശിക്ഷാർഹനല്ലെന്നും ആയതിനാൽ നമുക്ക് പ്രായശ്ചിത്തമായി തീരാൻ യോഗ്യനാണെന്നും മതവും രാഷ്ട്രവും ഒരുപോലെ വിധിച്ചു. സ്തോത്രം. രണ്ടാമത്തെ യോഗ്യതയായിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു, ആരെയാണോ വീണ്ടെടുക്കുന്നത്, ആർക്കു വേണ്ടിയാണോ പ്രായശ്ചിത്തമാകുന്നത്, ആ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കപ്പെടാൻ ഉള്ളവന്റെ അടുത്ത ചാർച്ചക്കാരനായിരിക്കണം, അടുത്ത ബന്ധുവായിരിക്കണം. യേശു ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം ഉണ്ടല്ലോ, 1 തിമോഥെയോസ് 2:5-6 അവിടെ കണ്ട ഒരു പ്രയോഗം, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ആരാ? The man Christ Jesus. The man Christ Jesus. The man Christ Jesus. കുറഞ്ഞപക്ഷം 3 പ്രയോഗങ്ങൾ അവിടെ ഉണ്ട്. സ്തോത്രം. ഒന്ന്, യേശു നമുക്ക് വേണ്ടി റാൻസമായി മറുവിലയായി തീർന്നു. 2, തന്നെ താൻ അർപ്പിച്ചു. He gave himself
as their answer. And third one, the man Jesus, മനുഷ്യനായ ക്രിസ്തുവേശു. മനുഷ്യനായ ക്രിസ്തുവേശു. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ട് യേശു മനുഷ്യനായി? വീണ്ടെടുക്കേണ്ടത്, പ്രായശ്ചിത്തമാകേണ്ടത് മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു, മനുഷ്യരെ ആയിരുന്നു. സ്തോത്രം. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണോ? പ്രൈസ് ഗോഡ്. മുൻപോട്ട് പോകാമല്ലോ. മറ്റെന്തെങ്കിലും വിശദീകരണം? ഇതുകൊണ്ടാണോ ജാതികളും നരബലിയൊക്കെ നടത്തുന്നത്? ആ രക്തം ചൊരിയണമെന്നുള്ള ആ ഒരു യാഗം എന്നുള്ളത് എല്ലാ മതങ്ങളിലുമുള്ള. നരബലി ഇന്ന് നടത്തുന്നത് പൈശാചികമാണ്. എന്നാൽ ഹൈന്ദവ മതത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ അജമേധം മുതൽ നരമേധം വരെ നടന്നിരുന്നു. അജമേധം, അജം ആട്, അജമേധം, അശ്വമേധം, നരമേധം. പുരാണങ്ങളിൽ, പൗരാണിക മതത്തിൽ പാപപരിഹാരത്തിന് വേണ്ടി ആടുകളെ യാഗം കഴിച്ചിട്ടുണ്ട്. അജമേധം. അശ്വമേധം കുതിരകളെ യാഗം കഴിച്ചിട്ടുണ്ട്. ഗോമേധം പശുക്കളെ യാഗം കഴിച്ചിട്ടുണ്ട്. നരമേധം മനുഷ്യനെ യാഗം കഴിച്ചിട്ടുണ്ട്. ഈ 4 മേധങ്ങൾ, 4 യാഗങ്ങൾ നടന്നതായിട്ട് ഞാൻ സ്കൂളിൽ ഹൈന്ദവ മതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചത് ഓർക്കുന്നു. അപ്പോൾ എല്ലാ മതങ്ങളിലും യാഗങ്ങൾ എന്ന ഒരു ആശയം പാപമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു, ഉണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന മതമായിരുന്നു യഹൂദ മതം, ഹൈന്ദവ മതവും. എന്നാൽ ഈ മതങ്ങളിൽ ഒന്നും ഇന്ന് യഥാർത്ഥ മതാചാരത്തിന്റെ ഭാഗമായി ഈ യാഗങ്ങളൊന്നുമേ നടക്കുന്നില്ല. യഹൂദ മതത്തിൽ ഉൾപ്പെടെ ഒരു മതത്തിലും മതത്തിന്റെ ഔദ്യോഗിക ആചാരമായി ഇവയൊന്നും നടക്കുന്നില്ല. കട്ടും പാത്തും മന്ത്രവാദത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് നരബലി വരെ ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഔദ്യോഗിക മതത്തിന്റെ ആരാധനാ ഭാഗമായിട്ട് ഇവയൊന്നും യഹൂദ മതത്തിൽ പോലും ഇന്ന് നടക്കുന്നില്ല. നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ട്? പുതിയ നിയമങ്ങൾ വന്നതുകൊണ്ടാണോ? സംസ്കാരം വർദ്ധിച്ചത് കൊണ്ടാണോ? ഒന്നുമല്ല. യഹൂദന്റെ ദേവാലയം നഷ്ടപ്പെട്ടതുകൊണ്ട്. അതും എന്തുകൊണ്ട്? യഹൂദൻ മാത്രമല്ല ഇന്ന് ബലി കഴിക്കാത്തത്. അപ്പോൾ പൊതുവെ ലോക മതങ്ങളിൽ തന്നെ യാഗാർപ്പണങ്ങൾ ഇന്ന് നടക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. നമ്മൾ വളരെ സരളമായി അതിന് മറുപടി പറയുന്നു. ഈ യാഗങ്ങളെല്ലാം വിരൽ ചൂണ്ടിയിരുന്ന പരമയാഗം ചരിത്രത്തിൽ നിറവേറിയത് കൊണ്ട് ഇനിയും അങ്ങനെ ഒരു യാഗത്തിന്റെ ആവശ്യം ഇല്ല. സ്തോത്രം.
പരമയാഗമായ ക്രിസ്തു. സ്തോത്രം. നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ എന്നേക്കുമായി യാഗമായതുകൊണ്ടും എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സകലർക്കും വേണ്ടി ആ ഏകയാഗത്താൽ യേശു സാധിപ്പിച്ചതുകൊണ്ടും അറിഞ്ഞോ അറിയാതെയോ അംഗീകരിച്ചുകൊണ്ടോ അല്ലാതെയോ ലോക മതങ്ങളിലെല്ലാം യാഗം, മേധം ഇന്ന് നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അല്ല, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ യഹൂദന്മാര് അവരുടെ ദേവാലയം പണിത് യാഗമൊക്കെ കഴിക്കുമെന്ന് പറയുമ്പം അത് വചനവിരുദ്ധമില്ലയോ? അല്ല. അതെങ്ങനാ പറയാം. യേശുക്രിസ്തു മശിഹയായിരുന്നു എന്ന് യഹൂദന്മാർ ഇന്നും വിശ്വസിക്കുന്നില്ല. അവരുടെ പാപമേ അതാണല്ലോ. യഹൂദന്റെ പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മശിഹായെ തള്ളിക്കളഞ്ഞതാണ്. അവർക്ക് ഇന്ന് രക്ഷിക്കപ്പെടുവാൻ ദൈവം കൊടുത്തിട്ടുള്ള ഏക മാർഗം സകല ജാതികൾക്കും എന്നതുപോലെ ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ മശിഹായിൽ വിശ്വസിക്കുക, യേശുവിനെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുക എന്നത് മാത്രമാണ് യഹൂദനായാലും യവനനായാലും രക്ഷയ്ക്ക് ഇപ്പോൾ ദൈവം കൊടുത്തിട്ടുള്ള ഏക വഴി. എന്നാൽ ധാരാളം പേര് യഹൂദന്മാരിൽ നിന്ന് പോലും യേശുവിൽ വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു, അങ്ങനെ സഭയുടെ ഭാഗമായിട്ട് തീരുന്നു. ആ സഭ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നു. പിന്നെയും യേശുവിന്റെ ക്രൂശീകരണത്തിന് മുൻപുള്ള അതേ അവസ്ഥയിലേക്ക് ലോകം മടങ്ങി വരികയാണ്. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് ലോകത്തിൽ എത്ര, അല്ലെങ്കിൽ ലോക മനുഷ്യരെ എത്രയായിട്ട് തരം തിരിച്ചിരുന്നു? രണ്ടായിട്ട്. യഹൂദനെന്നും യവനനെന്നും. ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമാണ് മൂന്നായത്, ദൈവസഭ എന്നൊരു അഡീഷൻ വന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിന് ശേഷമാണ് 1 കൊരിന്ത്യർ 10:32 അടിസ്ഥാനത്തിൽ, 1 Corinthians 10:32 അടിസ്ഥാനത്തിൽ ലോക മനുഷ്യരെ മൂന്നായിട്ട് ബൈബിൾ തരംതിരിക്കുന്നത്: യഹൂദൻ, ഗ്രീക്സ് അഥവാ യവനൻ, ദൈവസഭ. പക്ഷെ ഈ ദൈവസഭ എന്നു മുതൽ എന്നു വരെയേ ഉള്ളൂ? ഫ്രം പെന്തിക്കോസ്റ്റ് ടു ദ റാപ്ചർ. പെന്തക്കോസ്ത് നാൾ മുതൽ ഉൽപ്രാവണം വരെയേ ഉള്ളൂ ദൈവസഭ. യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ സഭ ഇവിടെ നിന്നും ഉൽപ്രാവണം ചെയ്യപ്പെടുന്നു. വീണ്ടും പഴയ 2 ഗ്രൂപ്പ്, 2 സംഘം, 2 വിഭാഗങ്ങൾ മാത്രം ഭൂമിയിൽ, യഹൂദനും യവനനും. സഭാ കാലയളവ് തീർന്നു. ഇനിയും ദൈവത്തിന് ഇടപെടാനുള്ളത്, ഇനിയും എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്രാവണത്തിന്, സഭ എടുക്കപ്പെട്ട ശേഷം ദൈവത്തിന് ഇടപെടാനുള്ളത് പ്രധാനമായും ആരോടാ? ജ്യൂസ്, യഹൂദന്മാരോട് മാത്രം.
പക്ഷെ അവരിപ്പോഴും എന്ന് പറഞ്ഞാൽ അന്നും അവർ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുന്നില്ല. മശിഹ വരും എന്ന് അവർ അന്നും കാത്തിരിക്കുന്നു. എന്നാൽ അവർ അന്നും ഇന്നും കാത്തിരിക്കുന്ന മശിഹ എങ്ങനെയുള്ള മശിഹ അല്ല? ക്രൂശിക്കപ്പെട്ട് മരിച്ച മശിഹ അല്ല, മരിക്കുന്ന മശിഹ അല്ല. അതുകൊണ്ടാണ് ഞങ്ങള് ഗുഡ് ഫ്രൈഡേ അതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ ലോക്കൽ ചർച്ചില് ഉപവാസ പ്രാർത്ഥനയും ബൈബിൾ ക്ലാസ്സുമായിട്ടുണ്ടായിരുന്നു. അന്ന് ക്രൂശിനെ സംബന്ധിച്ച ചില പാഠങ്ങളാണ് ഞങ്ങൾ പഠിച്ചത്. അതിന്റെ മുഖവുരയിൽ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആനിസിന് ഓർമ്മ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിന്റെ 20 മുതൽക്കുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് പൗലോസ് പറയുന്നു, ക്രിസ്തുവിനെ കുറിച്ച് യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, പക്ഷേ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വവുമായ ക്രിസ്തുവിനെ തന്നെ. Jews seek signs, especially if you are the Messiah. Prove yourself by revolting against the Roman supremacy and defeat them by your messianic authority and liberate us from the clutches of their political slavery. യഹൂദൻ അടയാളം അന്വേഷിക്കുന്നു. എന്തിന്? മശിഹാത്വത്തിന്. എന്താണ് അടയാളം? ഏറ്റവും പ്രധാനമായിട്ടുള്ള അടയാളം എന്താ? യേശു അടയാളം ഒന്നും ചെയ്തില്ലായിരുന്നോ? യേശു അടയാളം ഒന്നും ചെയ്തില്ലായിരുന്നോ? പക്ഷേ രാജ്യം സ്ഥാപിച്ചില്ല. ചെയ്തു. അവർക്ക് രാജാവിനെയാ വേണ്ടിയത്. അടയാളങ്ങൾ ഒത്തിരി യേശു ചെയ്തു. പച്ചവെള്ളം വീഞ്ഞാക്കിയത് അടയാളങ്ങളുടെ ആരംഭമായിരുന്നു. ഉയർത്തെഴുന്നേറ്റത് അതിൻ്റെ ക്ലൈമാക്സും. ഉയർപ്പ് യേശുവിന്റെ മശിഹാത്വത്തിന്റെ ഏറ്റവും പരമകാഷ്ഠയായിരുന്നു. പക്ഷേ ഈ ഇത്രയേറെ അടയാളങ്ങൾ കണ്ടിട്ടും യഹൂദന്മാർ യേശുവിനെ മശിഹയായിട്ട് വിശ്വസിച്ചോ? അംഗീകരിച്ചോ? ഇല്ല. കാരണം അവര് പറയുന്ന അടയാളം എന്താണ്? അവരെ രാഷ്ട്രീയമായി അടിമകളാക്കി വെച്ചിരിക്കുന്ന റോമൻ ഭരണകൂടത്തോട് എതിർത്ത് നിന്ന് അവരുടെ അടിമത്വത്തെ ഞങ്ങളിൽ നിന്നും വലിച്ചെറിയുക. ഞങ്ങൾ ഇസ്രായേല്യരെ നീ മശിഹയാണെങ്കിൽ ജാതികളുടെ അധികാരത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഇതായിരുന്നു അവരുടെ അടയാളമായിട്ട് ചോദിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അതിന് നേരെ വിപരീതമായി യേശു കൂടെ എന്ന് പറയണേ ക്രൂശിൽ മരിച്ചു.
ആരാ ക്രൂശിച്ചത്? Romans. തന്നെ. ആ, അവരാരിൽ നിന്നും മോചനം ആഗ്രഹിച്ചുകൊണ്ടിരുന്നോ അതേ റോമക്കാര് യേശുവിനെ ക്രൂശിച്ചു. ഒരിക്കലും അവർക്ക് യേശുവിനെ മശിയായിട്ട് അംഗീകരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് യേശു ഇടർച്ചക്കല്ലായി യഹൂദന്മാർക്ക് മാറിയത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് യഹൂദന് യേശു ആരാണ്? ഇടർച്ചക്കല്ലാണ്, ഇടർച്ചയാണ്. അതുപോലെ മറുഭാഗം യവനന്മാർക്കോ എന്ന് പറഞ്ഞാൽ ജാതികൾക്കോ ദൈവപുത്രനാണെങ്കിൽ ചാകുന്ന ഒരുത്തനെ ഞങ്ങൾക്ക് വേണ്ട, ജ്ഞാനമാണ് അവർ അന്വേഷിക്കുന്നത്. ഇവിടെ ദാ ചത്തിട്ട് രക്ഷിക്കുകയാണെന്നോ? ഒരിക്കലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു ഇത് വെറും ഫൂളിഷ്നെസ് ആണ്, ഭോഷത്വം, വെറും ഭോഷത്വം. അപ്പോൾ ഇങ്ങനെ യഹൂദൻ ഇടർച്ചയും യവനന് ഭോഷത്വമായി യേശു മാറിയത് കൊണ്ട് ഇവരാരും യേശുവിനെ മശിഹയായി, ദൈവപുത്രനായി, ദൈവമായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് സഭ ഉൽപ്രാവണം പ്രാപിച്ച ശേഷം വീണ്ടും യെരുശലേം ദേവാലയം പണിയപ്പെട്ട് കഴിയുമ്പോൾ യഹൂദൻ പഴയ മതാചാരങ്ങളിലേക്ക് മടങ്ങി വരും. ഈ യാഗങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച് അവർ മശിഹയുടെ വരവിനെ കാത്തിരിക്കും. അതുകൊണ്ട് അത് ദൈവവിരുദ്ധമല്ല. ആ കാലത്തെ അവരുടെ യാഗ അർപ്പണങ്ങളും പഴയ നിയമകാലത്തേതുപോലെയുള്ള അവരുടെ ആരാധനാ രീതികളും. 70 ആഴ്ചവട്ടത്തെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു 70-ാം ആഴ്ചവട്ടം എന്ന ഒരാഴ്ചവട്ടം ഇനി അവശേഷിക്കുന്നു. അത് യഹൂദന് വേണ്ടിയും യെരുശലേമിന് വേണ്ടിയും ദൈവം നിയമിച്ചു വെച്ചതാണ്. ആ ഒരു കാലഘട്ടം, ആ ഒരു 7 വർഷമായിരിക്കും നിഷ്കളങ്കമായ അവിശ്വാസത്തോടുകൂടെ, ഇൻവെർട്ടർ കോമയിലിട്ട് വേണമെങ്കിൽ, ഇന്നസെന്റ് അൺബിലീഫ്, നിഷ്കളങ്കമായ അവിശ്വാസത്തോടുകൂടെ ഇസ്രായേൽ മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്നാൽ യേശു മശിഹ തന്നെ എന്ന് അവർ ഒരു നാൾ വിശ്വസിക്കും എന്ന്. ആഴ്ചവട്ടത്തിന്റെ അവസാനത്തിന്റെ അന്തിക്രിസ്തുവിന്റെ ഭരണാവസാനത്തിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ. അതെ, യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ, വെളിപ്പാട് 1:7, യെശയ്യാ 63:1 മുതൽ ഉള്ള വാക്യങ്ങളിൽ, വെളിപ്പാട് 19:11 മുതലുള്ള വാക്യങ്ങളിൽ 3 പ്രധാന ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. When will these Jews as a nation will acknowledge Jesus, Jesus of Nazareth, Jesus, son of Mary, Jesus who was crucified, was the Messiah? As per Revelation 1:7, when he will be coming with the clouds in his glory, along with all his saints. നസറായനായ യേശുവിനെ, മറിയയുടെ മകനായ യേശുവിനെ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ,
യഹൂദന്മാർ എന്ന് മശിഹയായിട്ട് അംഗീകരിക്കും. ഒന്നാമത്തെ റെഫറൻസ് വെളിപ്പാട് 1:7, കൊലോസ്യർ 3:4. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചോണം. Revelation 1:7 and Colossians 3:4. യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി തേജസ്സിൽ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ, മേഘാരൂഢനായി വരുമ്പോൾ, അയ്യോ ഇത് ഞങ്ങളുടെ പിതാക്കന്മാർ കുത്തിയവനായിരുന്നല്ലോ എന്ന് യേശുവിൻ്റെ മുറിവുകളെ, ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ പഞ്ചമുറിവുകളെ കണ്ട് അവർ യേശു തന്നെ മശിഹയായിരുന്നു എന്ന് അംഗീകരിക്കും. അതോടുകൂടെയേ അവരുടെ പാപത്തിന് പരിഹാരം വരികയുള്ളൂ. ഇസ്രായേൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ. രണ്ടാമത്തെ റെഫറൻസ് ആണ് ഇതിനോട് ചേർത്ത് തന്നെ പറഞ്ഞത്. യെശയ്യാ 63:1 മുതലുള്ള വാക്യങ്ങൾ. ഐശയ്യാ 63 verses 1 following. വസ്ത്രാലംകൃതനായ ക്രിസ്തു ബൊസ്രയിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് വരുന്നോരിവനാർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവിടെ. സ്തോത്രം. That is the manifestation of Jesus down here on earth to ultimately and finally restore and redeem the nation Israel. At the end, at the close of Antichrist's reign, Christ will appear there in Edom, Bozrah, Petras, a rocky, mountainous place where the people of Israel will be kept from the reach of Antichrist during his reign. So Christ will come there and deliver these people out of there. രണ്ടാമത്തെ ഭാഗമാണ് യെശയ്യാ 63. അവിടെ നാം യേശുവിനെ കാണുന്നത് രക്താംബരം ധരിച്ചവനായി ഏദോമിലെ ബൊസ്രയിൽ നിന്ന് വരുന്ന ഒരുവൻ. എന്താണ് ചിത്രം? എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് അവന്റെ പിടിയിൽപ്പെടാതെ ദൈവം ഇസ്രായേൽ മക്കളിൽ കുറെ ഏറെ പേരെ ഒളിപ്പിച്ചു വയ്ക്കും. എവിടെ? പ്രധാനമായും 3 സ്ഥലങ്ങളിലാണ് ദൈവം അവരെ ഒളിപ്പിച്ചു വയ്ക്കുന്നത്. Daniel chapter 11 verse number 41. ദാനിയേൽ 11:41 വാക്യം. അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കും, 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ദേശങ്ങൾ. ഏതൊക്കെ? ഏദോം, മോവാബ്, അമ്മോൻ. ഇത് വേദപുസ്തക കാലത്തെ പേരുകളാണ്. ഇപ്പോൾ ഇവയുടെ പേരാണ് ജോർഡൻ, ബൾഗേറിയ and Romania.
യോർദാനും ബൾഗേറിയയും റൂമേനിയയും. ഇതിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിന്റെ പേരാണ് യെശയ്യാവ് പറഞ്ഞത്, ഏദോം. അവിടെയാണ് പത്രോസ് എന്ന് പറയുന്ന ഒരു ദേശം, നമ്മുടെ പത്രോസ് അല്ല, പെട്രാസ് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. അവിടെ മുഴുവനും കടുംതൂക്കായ പാറക്കെട്ടുകളാണ്. വളരെ സരളമായിട്ട് പറഞ്ഞാൽ, മഹാപീഡന കാലത്ത് ദൈവം ഇസ്രായേൽ മക്കളിൽ നിന്ന് കുറേയേറെ പേരെ എതിർ ക്രിസ്തുവിനെ കൈയെത്താത്തതുപോലെ ഒളിപ്പിച്ചു വയ്ക്കുന്ന സ്ഥലമാണത്. അവര് പോയി ഒളിച്ചിരിക്കുന്ന സ്ഥലം. എതിർ ക്രിസ്തു എന്ന് പറയുന്നയാള് he will be a very digital man, very digital man, very high tech, using all the artificial intelligence. അവനെ എല്ലായിടം ഒന്നും പോയി നടക്കേണ്ട, റോന്ത് ചുറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ എല്ലാം സർവെയിൽ ചെയ്യുന്നത്, എല്ലാം അവൻ നിരീക്ഷിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടായിരിക്കും. എല്ലാം ഇന്റർനെറ്റ് കൊണ്ടും ഇനിയും വരാനിരിക്കുന്ന അതിൻ്റെ സൂപ്പർലേറ്റീവായ നിലകൾ കൊണ്ടുമായിരിക്കും. എന്നാൽ ഈ യഹൂദന്മാർ ഒളിച്ചിരിക്കാൻ വേണ്ടി എടുക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ വളരെ ദുഷ്കരമായ ഇടങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ മൊബൈലിൽ നിന്നും റേഞ്ച് കിട്ടാത്ത സ്ഥലമുണ്ടല്ലോ, ഈ മലമ്പ്രദേശത്തൊക്കെ പോയ ചിലടത്തങ്ങ് റേഞ്ച് കിട്ടത്തില്ലല്ലോ എന്നതുപോലെ എതിർ ക്രിസ്തുവിന്റെ റേഞ്ച് എത്താത്ത ചില സ്ഥലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അവിടങ്ങളിൽ ഇവരെ സുരക്ഷിതരാക്കി വെക്കും. എന്നാൽ അവിടങ്ങളിലേക്ക് ഇവർക്ക് വേണ്ടി യേശു ഒരു യോദ്ധാവായിട്ട് ഇറങ്ങി വന്ന് അവരോട് എതിർക്കുന്ന സൈന്യത്തെ ക്രിസ്തു നേരിട്ട് തോൽപ്പിച്ച് അവരെ ഭയന്ന് ഒളിച്ചിരുന്ന ഇസ്രായേലിനെ അവിടെ നിന്നും സ്വതന്ത്രരായി മോചിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു മഹൽ ചിത്രമാണ് പ്രവാചകൻ യെശയ്യാ 63 കണ്ടത്. അതിന്റെ തത്തുല്യമായ ഭാഗമാണ് വെളിപ്പാട് 19 അധ്യായം 11 മുതൽക്കുള്ള വാക്യങ്ങൾ. Revelation 19 verses from 11, especially 14 and 15, 14 15 വാക്യങ്ങൾ. അപ്പോൾ അവിടെയെല്ലാം നാം കാണുന്നത് യേശു തേജസ്സോടെ തൻ്റെ സകല വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ യേശു സകലർക്കും കാണത്തക്കതുപോലെ ആയിരിക്കും വരിക. അന്ന് തൻ്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ട് യഹൂദന്മാർ മാറത്തടിച്ച് നിലവിളിച്ച് തങ്ങളുടെ പാപം ഏറ്റുപറയുകയും തങ്ങളുടെ പിതാക്കന്മാർ പീലാത്തോസിന്റെ മുൻപിൽ വെച്ച് ഇവനെ ക്രൂശിക്ക, കൈസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു രാജാവില്ല എന്ന് ഏറ്റുപറഞ്ഞ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തും. അതിനുശേഷം അവരെന്ത് ചെയ്യില്ല? യേശുവിനെ മശിഹയായി അംഗീകരിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യില്ല? യാഗം ചെയ്യത്തില്ല. അതെ. അതുകൊണ്ട് ആ ഒരു സഭ എടുക്കപ്പെട്ടതിന് ശേഷവും സഭയോടുകൂടെ മശിഹ ഇറങ്ങി വരുന്നതിന് മുമ്പുമുള്ള ആ ഒരു 7 വർഷത്തോളം അവർക്ക് പഴയ നിയമ ആചാരപ്രകാരമുള്ള ആരാധനാ രീതികളും യാഗാർപ്പണ രീതികളും ഉണ്ടായിരിക്കും.
7 കൊല്ലം അല്ല 3.5 കൊല്ലം വലിയ റിയൽ നടക്കുന്നത്. പിന്നെ അവർക്ക് യാതൊരൊന്നും അവസരം കിട്ടാൻ സാധ്യതയില്ലല്ലോ. ഇല്ല. പിന്നീട് ദേവാലയമുണ്ട്, പക്ഷെ ദേവാലയം അശുദ്ധമാക്കപ്പെടുന്നു. ഇവര് പ്രാണരക്ഷാർത്ഥം അവിടെയും ഇവിടെയും ഒക്കെ ഓടുന്നു. ആ 3.5 കൊല്ലത്തെ ഓട്ടവും അവരുടെ പ്രായശ്ചിത്തത്തിന്റെ ഭാഗമാണ്. പീലാത്തോസിനോട് അവരുടെ അപ്പന്മാര് പറഞ്ഞില്ലേ, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. കഴിഞ്ഞ 2000-ൽ പരം വർഷങ്ങളായി അവരിങ്ങനെ ഇൻസ്റ്റാൾമെന്റ് അടച്ചുകൊണ്ടിരിക്കുക. ഈ പലിശയ്ക്ക് കാശെടുക്കുന്നവര്, കഴിഞ്ഞ ദിവസവും ഞാൻ ഒരാളിനെ കണ്ടു, പലിശയ്ക്ക് കാശെടുത്ത. പലിശയ്ക്ക് പൈസ എടുത്തിട്ട് 3 ഇടത്തുനിന്ന് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5-8 മാസമായിട്ട് ഈ 3 സ്ഥലത്തും പണം കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ ചോദിച്ചോ പറഞ്ഞു, ഇതുവരെ പ്രിൻസിപ്പൽ എമൗണ്ട് 5 പൈസ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൃത്യമായിട്ട് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ പോകുന്നതെല്ലാം ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പൽ എമൗണ്ടിൽ ഇതുവരെ 1 പൈസയും കുറഞ്ഞിട്ടില്ല. ഇതുപോലെ കഴിഞ്ഞ 2000-ഓളം വർഷമായിട്ട് യഹൂദൻ എന്ത് കൊടുത്തോണ്ടിരിക്കുക? ഇൻസ്റ്റാൾമെന്റ് അടച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ പ്രിൻസിപ്പൽ എമൗണ്ട് തൊട്ടിട്ടില്ല, പലിശയാ. ഒടുവിൽ കൊടുക്കാൻ വയ്യാതെ വരുമ്പം ബാങ്കുകാർ ചെയ്യുമല്ലോ, ലംസം ഒരു എമൗണ്ട് അങ്ങ് അടച്ചിട്ട് നിങ്ങൾ കണക്ക് തീർക്കുന്ന. അങ്ങനെ ദൈവം ഇവരോടങ്ങ് കരുണ ചെയ്യാൻ പോവാ മഹാപീഡന കാലത്ത്. ലംസമായിട്ട് നിങ്ങൾ കുറച്ചങ്ങ് അടയ്ക്ക, എന്നിട്ട് മൊത്തം കൂടെ ക്ഷമിച്ചേക്കാമെന്ന്. അല്ലാതെ ഇവരെ കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല. അങ്ങനെ ലംസം കൊടുക്കുന്ന ഒരു കൊച്ചു കാലയളവാണ് 3.5 കൊല്ലം. സ്തോത്രം. പക്ഷേ 7-ാം അധ്യായത്തിലെ 144,000 പേര് യഹൂദന്മാരാണല്ലോ, അത് അവരൊപ്പം രക്ഷിക്കപ്പെട്ടവരാ. അങ്ങോട്ട് നമ്മൾ വരാം, 7-ലേക്ക് വരട്ടെ. അപ്പോൾ യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനായി മറുവിലയായി തീർന്ന മനുഷ്യനായ ക്രിസ്തു യേശു എന്ന ഭാഗം മനസ്സിലായല്ലോ. അവൻ മനുഷ്യനായി വന്ന് വീണ്ടെടുക്കപ്പെടേണ്ട നമ്മുടെ ചാർച്ചക്കാരനായി വന്ന് നമുക്ക് വേണ്ടി മറുവിലയായി തീരുകയായിരുന്നു. സ്തോത്രം. മുൻപോട്ട് പൊക്കോട്ടോ. ശരി, ഒരു 2 ആശയങ്ങൾ കൂടെ ഈ മറുവില അല്ലെങ്കിൽ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്ന് ചൂണ്ടിക്കാണിച്ച് നമുക്ക് നിർത്താം. ഇത്രയും നമ്മൾ വിശദീകരിച്ചത് കൊണ്ട് ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അതായത് വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. റാൻസം എന്ന് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. മറുവില എന്നുള്ളത് അത് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ചില സ്ഥലങ്ങളാണ്. ഒന്നിപ്പോ നമ്മൾ വായിച്ച 1 തിമോത്തിയോസ് 2:5-6. അതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, 1 Corinthians 6:20. അവിടെയും പൗലോസ് പറയുന്നു, നിങ്ങൾ ഇനിയും നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇനിയും താങ്ങൾക്കുള്ളവർ അല്ല. We are not of our own. We
don't belong to ourselves, but we belong to someone else who bought us with a price. പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പൗലോസ് അവിടെയും പറയുന്നു, we are bought with a price. വിവാഹത്തെ സംബന്ധിച്ച് പറയുന്ന 7-ാം അധ്യായത്തിലും 1 Corinthians 7, 1 കൊരിന്ത്യർ 7-ാം അധ്യായം, അവിടെ ഫാമിലി ലൈഫ്, മാരിയേജ്, ഡിവോഴ്സ്, റീമാരിയേജ്, ഈ വിധ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന അധ്യായമാണ് 7-ാം അധ്യായം. വിവാഹം, കുടുംബജീവിതം, വിവാഹമോചനം, പുനർവിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുകയാണ് 7-ാം അധ്യായത്തിൽ. അവിടെയും നാം കാണുന്നു 23-ാമത്തെ വാക്യത്തിൽ 7:23 1 Corinthians, അവിടെയും പൗലോസ് പറയുന്നത് ഇതേ സംഗതി തന്നെയാണ്. എന്താ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പത്രോസ് 1-ാമത്തെ അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ഇന്നലെ നമ്മൾ വായിച്ചതാണല്ലോ. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് അല്ല എന്നുള്ള വസ്തുത. സ്തോത്രം. പത്രോസ് വീണ്ടും അക്കാര്യം പറയുന്നുണ്ട്. 2 പത്രോസ് 2:1 വാക്യത്തിൽ, തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ, the Lord who purchased them, bought them with a price. സ്തോത്രം. വെളിപ്പാടിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് 1-ാമത്തെ അധ്യായത്തിലും നമ്മൾ കണ്ടു. ഇപ്പോൾ 5-ാമത്തെ അധ്യായത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മെ വിലയ്ക്ക് വാങ്ങി. ഈ വിലയ്ക്ക് വാങ്ങുന്ന, വീണ്ടെടുക്കുന്ന the idea of redemption, this idea of redemption, അതിന് 2 പ്രധാന ആശയങ്ങളുണ്ട്. ഒന്ന്, paying a ransom and purchasing a slave to liberty. By paying a ransom, freeing a slave. ഒരാളിന്റെ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഒരടിമയെ ആ അടിമയുടെ വില മുഴുവനും കൊടുത്ത് വാങ്ങി സ്വതന്ത്രനായി വിടുന്ന ഒരാശയം. വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ 1-ാമത്തെ ആശയം എന്താണ്? ഒരടിമയ്ക്ക് വേണ്ട മോചനദ്രവ്യം കൊടുത്ത് ആ ആളിനെ ആ യജമാനനിൽ നിന്ന് സ്വതന്ത്രനാക്കുക. നമ്മുടെ രാധാകൃഷ്ണൻ അങ്കിളിന്റെ ഉടമസ്ഥതയിൽ ഒരടിമയുണ്ടെന്നിരിക്കട്ടെ. എനിക്ക് ആ അടിമയോട് ദയ തോന്നി. ഞാൻ രാധാകൃഷ്ണൻ അങ്കിളിന് ആ അടിമയുടെ വില കൊടുത്തിട്ട്
ആ അടിമയെ വാങ്ങുന്നു. വാങ്ങിയത് എൻ്റെ അടിമയാക്കാനല്ല, പിന്നെ സ്വതന്ത്രനായിട്ട് ആളിനെ വിട്ടയക്കാനാണ്. അതാണ് ഗലാത്യർ 5:1, ഗലേഷ്യൻസ് 5:1. എന്താ പറയുന്നത്? സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഇനിയും വേറെ ആരും നമ്മുടെ മേൽ എന്ത് ചെയ്യില്ല? അവകാശം പറയത്തില്ല. He paid the full amount of ransom. അത് ആർക്കാ എന്താണെന്നൊക്കെ നമ്മൾ ഇന്നലെ വിശദീകരിച്ചല്ലോ, അതുകൊണ്ട് ഇന്ന് തൊടുന്നില്ല ഭാഗം. എന്നിട്ട് നമ്മെ സകല സൃഷ്ടികളോടും ഉള്ള അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. സ്തോത്രം. അതുകൊണ്ട് നാം ഇന്ന് ആരാണ്? സ്വതന്ത്രരാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സൃഷ്ടിക്കും, സാത്താനും പാപത്തിനും ഉൾപ്പെടെ ഒരു സൃഷ്ടിക്കും നമ്മുടെ മേൽ ലെജിറ്റിമേറ്റായി ന്യായമായ അവകാശങ്ങളില്ല. എന്നാൽ വോളണ്ടിയർ കമ്മിറ്റ്മെന്റിലൂടെ നമുക്ക് വേണമെങ്കിൽ ഇനിയും അവയുടെയൊക്കെ അടിമകളായി തുടരാം. ഓ ഇല്ല, നിങ്ങൾ വിലയൊക്കെ കൊടുത്തു ശരിയാ, പക്ഷെ ഞാൻ ഇങ്ങരുടെ കൂടെ ഇനിയും താമസിക്കുന്നുള്ളൂ. ഇത്ര നാൾ ഞാൻ ഇങ്ങരുടെ കൂടെ ആയിരുന്നു, ഇനിയിപ്പം എന്താ സാരമില്ല, എനിക്ക് ഇങ്ങേര് മതി എന്നും പറഞ്ഞ് നമ്മൾ സ്വയം സാത്താൻ ഉൾപ്പെടെയുള്ളവയുടെ കർത്തൃത്വത്തിന് വിധേയപ്പെടുന്നെങ്കിൽ നമ്മൾ തന്നെ സ്വന്തം തീരുമാനത്താൽ അങ്ങനെ അടിമപ്പെടുകയാണ്. അല്ലാതെ സാത്താനോ പാപത്തിനോ ജഡത്തിനോ ലോകത്തിനോ സ്വയത്തിനോ ഒന്നിനും നമ്മുടെ മേൽ ന്യായമായ അവകാശങ്ങളില്ല. കാരണം യേശു ഈ വിധമായ സകല അടിമത്വങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ചു, സ്വതന്ത്രരാക്കി. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത് ഇനിയും വേറൊരു യാഗവും ശേഷിച്ചിരിപ്പില്ലെന്ന്. അതെ, അത് പിന്നെ ഇത് അറിയുകയും കൂടെ ചെയ്തിട്ട് വീണ്ടും പാപത്തിലേക്കും അടിമത്വത്തിലേക്കും പോകുന്നവരെ കുറിച്ച്. സത്യം അറിഞ്ഞിട്ടും യേശുവെങ്കിലേക്ക് വന്നിട്ടും കൂടെ അറിഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ വേറെ ഒരു യാഗവും ഇല്ല. നിങ്ങൾ മനഃപൂർവ്വം അവയ്ക്ക് കീഴ്പ്പെടുന്നോ, ഒരു രക്ഷയില്ല. രണ്ടാമത്തെ ആശയം, releasing a prisoner by remitting the ransom. മറുവില കൊടുത്ത് ഒരു ജയിൽ പുള്ളിയെ, ഒരു കുറ്റവാളി എന്ന് പറയുമ്പം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഡിഫൻസ്ലെസ് ആയി പ്രതിവാദമില്ലാതെ കഴിയുന്ന ഒരു കുറ്റവാളി, ഒരു ശിക്ഷാർഹൻ എന്നാണ് അർത്ഥം. ആ പുള്ളിയെ മോചനദ്രവ്യം കൊടുത്ത് ജയിലിൽ നിന്ന് മോചിതനാക്കുക. നമുക്കറിയാം, എല്ലാ മലയാളികളും ഇന്ത്യക്കാരും മൊത്തവും ലോകം മുഴുവനും യമനിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ഓർമ്മ കാണുമല്ലോ, നിമിഷം എന്നാണ് തോന്നുന്ന കുട്ടിയുടെ പേരല്ലേ? നിമിഷപ്രിയ. വധശിക്ഷയ്ക്ക് യമൻ സുപ്രീം കോടതി വരെ വിധിച്ച് ഇനിയും ഒരു അപ്പീലിന് പോകാൻ വകയില്ലാതെ, അതാണ് ഡിഫൻസ്ലെസ് എന്ന് പറയുന്നത്. വിതൗട്ട് ഡിഫൻസ്. ഇനിയും അപ്പീലില്ല, ഇനിയും പ്രതിവാദമില്ല, ഇനിയും ശിക്ഷ നടപ്പാക്കിയുള്ളൂ.
പിന്നെ ആ ശിക്ഷയിൽ നിന്ന് മോചിതയാകാൻ ഇനി ഒറ്റ മാർഗം എന്തുവാ? മരണമണി കൊടുക്കുക, മരണദ്രവ്യം. ആ കുട്ടി കൊന്നു എന്ന് പറയുന്ന, ആ മരിച്ചെന്ന് പറയുന്ന ആളിന്റെ കുടുംബം ആവശ്യപ്പെടുന്ന ഒരു തുക, അത് കൊടുത്ത് ഈ കുട്ടിയെ മോചിപ്പിക്കുക. ഇതുപോലെ ദൈവത്തിന്റെ കോടതി മുമ്പാകെ നമ്മുടെയൊക്കെ നിൽപ്പ് എങ്ങനെയായിരുന്നു? ഡിഫെൻസ്ലെസ് ആൻഡ് കണ്ടംഡ്. ഒരു പ്രതിവാദവും പറയാനില്ലാതെ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടവരായി ദൈവിക കോടതിയിൽ മരണവിധി ഏറ്റുവാങ്ങാൻ നിന്നിരുന്ന നാം. എന്നാൽ നമ്മുടെ പേരിൽ ഉണ്ടായിരുന്ന കുറ്റത്തിന് മോചനദ്രവ്യം, റാൻസം കൊടുത്തിട്ട് ആ ശിക്ഷയിൽ നിന്ന് എന്ത് ചെയ്യുകയാ? നമ്മെ വിമോചിപ്പിക്കുകയാ. ഈ രണ്ട് ആശയങ്ങളാണ് മൂലവാക്കിന്റെ അർത്ഥത്തിൽ വീണ്ടെടുപ്പ് എന്നതിനുള്ളത്. ഇങ്ങനെ യേശു ഇത് രണ്ടും നമുക്ക് വേണ്ടി ചെയ്തു. ദൈവ ക്രോധത്തിന്റെയും ദൈവനീതിയുടെയും ദൈവത്തിന്റെ ചട്ടങ്ങളുടെയും വിധികളുടെയും പോലും അടിമത്വത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കി. 2, ദൈവനീതിയുടെ ശിക്ഷയിൽ നിന്ന് നമ്മെ റാൻസം കൊടുത്ത്, മറുവില കൊടുത്ത് മോചിപ്പിച്ചു. ഇങ്ങനെ മോചിപ്പിച്ച ഒരുവൻ മാത്രം കാൽവറിയിൽ നമുക്കൊക്കെ വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ആ ക്രിസ്തുവിലൂടെ ഈ വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരെ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. നാം ഒന്ന് വേറെ ആരുടെയും വകയല്ല, നമ്മുടെ മേൽ വേറെ ആരുടെയും കർത്തൃത്വമില്ല. നാം ആർക്കുള്ളവർ മാത്രം? നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ, നമ്മെ സ്വതന്ത്രരാക്കുവാൻ നമ്മുടെ മറുവില കൊടുത്തവന് മാത്രമുള്ളവരാണ് നാം. അവന് മാത്രമുള്ളവരായി നമുക്ക് തുടരാം. ഇതുവരെ ഈ യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, വേറെ എന്തിനെങ്കിലും അടിമകളായി കഴിയുന്നെങ്കിൽ, ദൈവസ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. ഈ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന കർത്താവിങ്കിലേക്ക് വരിക, യേശുവിൽ വിശ്വസിക്കുക, നിത്യസ്വാതന്ത്ര്യം അനുഭവിച്ച് നിത്യജീവനായിട്ട് ഒരുങ്ങുക. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.